സൂപ്പർ. ഇതങ്ങോട്ട് ചെല്ലുമ്പോ വന്ദനയുടെ എല്ലാ പനിയും പമ്പടക്കും. എഴുന്നേറ്റ് എനിക്ക് വന്ദനെ, ഈ ചുക്ക് കാപ്പി കുടിക്ക്. ഇത് കുടിക്കുമ്പോ വന്ദനയ്ക്കൊരു ആശ്വാസവും. കുടിക്കേ കുടിക്കേ. കിടന്നു. അയ്യോ അമ്മേ, കൈ പൊള്ളിയല്ലേ. അമ്മ മാറ്, പാചകമൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണ്ട മോളെ, പ്രകാശം കണ്ട അതൊക്കെ പ്രശ്നമാവും. അതൊന്നും സാരമില്ല അമ്മേ. സുചിത്രേ, അത് അച്ഛനൊന്ന് വെറുതെ ഇരിക്ക്. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ അതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. മോളെ, പ്രകാശം കണ്ട അമ്മേ, ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ട് വരുമ്പോ അവൾക്ക് കിട്ടുന്നത് ഭർത്താവിനെ മാത്രമല്ല, അച്ഛനും അമ്മയും കൂടിയാ. ഒരു കുടുംബോ. ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടിട്ടുള്ളത് അമ്മായി അമ്മയും അമ്മായി അച്ഛനായിട്ടൊന്നും അല്ല, സ്വന്തം അച്ഛനും അമ്മയായിട്ടാ. അച്ഛൻ ഇങ്ങോട്ട് മാറി, തേങ്ങയൊക്കെ ഞാൻ തരുമോ? വേണ്ട മോളെ. ഇല്ലച്ചാ, മാറി. പായസം ഏതാ അമ്മേ? പാലടയാണോ? എന്തിന് പാലട മാത്രമാക്കുന്നു? പായസേ 4 തരായിക്കോട്ടെ. ആ, തേങ്ങ തിരുമ്മി കൊടുക്കുകയാണല്ലേ? പ്രകാശേട്ടാ, അത് ദേ, നിന്നോട് ഞാൻ കുറച്ചു മുമ്പേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നേയുള്ളൂ. നിനക്ക് അടുക്കള മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ? അത് അമ്മയുടെ കൈ പൊള്ളിയപ്പോ. പാചകം ചെയ്യുമ്പോ സൂക്ഷിച്ചില്ലെങ്കിലേ കൈയും കാലൊക്കെ പൊള്ളും. അത് സർവ്വസാധാരണ. കണ്ണി കണ്ടവർക്ക് കുശിനിപ്പണി ചെയ്യാനൊന്നുമല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. എനിക്കും എന്റെ മോനും ആഹാരം പാകം ചെയ്തു തരാനാണ്. പ്രകാശേട്ടാ, അമ്മയുടെ കൈ പൊള്ളിയതുകൊണ്ടാ. പ്ലീസ്, ഇന്നത്തേക്ക് ഞാനൊന്ന്. വായടക്കടി. മിണ്ടിയാ നിന്റെ കരണടിച്ച് പൊളിക്കും ഞാൻ. നീ നിന്റെ ജോലി ചെയ്താ മതി കേട്ടോ. മോള് പോയിക്കോ. എന്റെ വയറ്റിൽ പിറക്കേണ്ടിയിരുന്നത് നീയായിരുന്നു. രണ്ടാക്കിയതൊക്കെ രണ്ടായി തന്നെ ഇരുന്നാ മതി. അതാരും യോജിപ്പിക്കാൻ നോക്കണ്ട. ഒരിക്കലതാവുകയില്ല. മക്കളെ പെറ്റു വളർത്തി വലുതാക്കി എന്നെ നക്കാപ്പിച്ച കണക്ക് പറഞ്ഞു ഒന്നും ഈ പ്രകാശം ഒരിക്കലും മറക്കില്ല. വന്ദനം എന്താ വരാത്തെ? വന്ദനാമ്മ വരും മോളെ. സുചിത്ര ആന്റി, വന്ദനമ്മ വരുമ്പോ ആന്റി ഒന്ന് പറയോ എന്നെയും കൂടി അവരോടൊപ്പം കൊണ്ടുപോവാൻ? മോളെ, നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങള്. മോള് സ്കൂളിൽ നിന്ന് അവിടേക്ക് പോയപ്പോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയോ?
വന്ദനയും ജഗനും പാവം. പക്ഷേ ആ കുറുപ്പിന് വന്ദനാന്റെ ഇഷ്ടമല്ല.